ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജു വനിതറെ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വ്ളോഗ്. ഞാൻ ഇനിയും അങ്ങോട്ട് ഡാൻസ് പ്രോഗ്രാം വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുക. ഇന്നത്തെ ഷോ വന്നിട്ട് നവ്യനാരുടെ പുതിയ പടമായ പാദയാത്രയുടെ പ്രൊമോഷൻ ഷോ ആണ്. എൻ്റെ കൂടെ ഉള്ളത് JDC ഡാൻസ് കമ്പനിയിലെ ഡാൻസേഴ്സ് ആണ്. ഞങ്ങൾ നവ്യനാർക്കും സൗബിനും ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഒരു മെഡ്ലേ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കുറേ പ്രോഗ്രാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പ്രോഗ്രാമിൻ്റെ കോൾ വന്നത്. പിന്നെ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ഷീണമൊക്കെ പോകും. അങ്ങനെ നവ്യയാണ് ഈ കോളിനെ വിളിച്ചത്. ഈ നവ്യയുടെ പുതിയ സിനിമയെ പാതിരാത്രിയിൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ എന്നൊരു എൻക്വയറി വന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ JDC പിള്ളേരെയും ഒക്കെ അറേഞ്ച് ചെയ്യിച്ചു. ജെറി എപ്പോഴും എനിക്ക് ഏത് മിനിറ്റിലും ചോദിച്ചാലും എനിക്ക് ജെറി പെട്ടെന്ന് എനിക്ക് ടീം സെറ്റാക്കി തരും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് നവ്യയുടെയും സൗബിൻ്റെയൊക്കെ ഒരു പാട്ടിൽ നമുക്ക് മെഡ്ലേറ്റ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനാണ് ആദ്യം പെട്ടെന്ന് മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ പാട്ട് അപ്പം തന്നെ ചൂസ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് ശ്രീനാഥ് അപ്പം തന്നെ നല്ല എഡിറ്റ് ചെയ്ത് തന്നു. അവരുടെ എത്തുന്ന നേരം കൊണ്ടെല്ലാം സെറ്റാക്കി ഞാൻ ചെന്ന് പാട്ടുകളൊക്കെ കൊറിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് ആരാധികെ എന്ന പാട്ടായിരുന്നു. രണ്ടാമത് നബിയുടെ ഹിറ്റായ പൈക്കുറുമ്പിയെ മേക്കും എന്ന സോങ് ആയിരുന്നു. പിന്നെ മൂന്നാമത് ഞാൻ ജാക്സൺ അല്ലട. പിന്നെ നാലാമത്തെ സോങ് വന്നിട്ട് ചതിക്കാത്ത ചന്തുവിലെ ഞാനും വരട്ടെ. എന്നും എല്ലാവരും ഫേവറേറ്റ് സോങ്ങാണ്. ഒരു പഞ്ചുള്ള കിടലൻ സോങ്ങാണ്. പിന്നെ ലാസ്റ്റ് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സൗബിൻ്റെ പുതിയ ഹിറ്റ് സോങ്ങായ മോണിക്കയായിരുന്നു. നമ്മൾ അത് പ്രാക്ടീസൊക്കെ ചെയ്തു. അതായത് കൊറിയോ ഞാനൊരു 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റി. ഈ പിള്ളേർക്ക് വളരെ പ്രൊഫഷണൽ ഡാൻസേഴ്സാണ്. അവരെപ്പോഴും റെഡി ടു ലേൺ ആയിട്ടിരിക്കുന്ന കുട്ടികളാണ്. എനിക്ക് ഭയങ്കര ഈസിയാണ് ഇവരുടെ വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് കഷ്ടപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് ഹെവി ആക്കാണ്ടും സിമ്പിളായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഡാൻസ് കൊറിയോ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് കോഴിക്കോടേക്ക് പുറപ്പെട്ടു. അപ്പോഴും ഈ റിഹേഴ്സൽസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞു വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എല്ലാം സെറ്റാക്കിയിട്ട് പ്രോഗ്രാം ചെയ്യാനൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് പുറപ്പെട്ടു. ഈ ഡാൻസിനൊപ്പം പാട്ട് എനിക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ്സിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ചെല്ലട്ടെ. കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫുൾ സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ഡാൻസ് നമ്മൾ പ്ലാൻ ചെയ്തൊരു ഇൻട്രൊഡക്ഷൻ ഡാൻസ് എന്ന നിലയിൽ ഗണപതിയുടെ സ്തുതിയാണ് ജെറി കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ അതിന് പിള്ളേർ ഫുൾ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ധർമ്മതീർത്ഥൻ മാസ്റ്ററുടെ വീണ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പുള്ളി ഇതിലൊരു വലിയ പ്രഗത്ഭം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ തകർപ്പൻ പ്രോഗ്രാമോടെയാണ് നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അധികം താമസിയാതെ തന്നെ തിരക്കായി. അവിടെ കുറച്ചും കൂടി ആൾക്കാർ കൂടി തുടങ്ങി. ഇതൊരു റൗണ്ടായിട്ടുള്ളൊരു സ്പേസാണത്. കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ വന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ കുറച്ചും കൂടി ജനങ്ങളുള്ള ഏരിയ ആണ്. ഇത് നമ്മുടെ പയ്യനാണ്. ഇവൻ ലാപ്ടോപ്പ് റെഡി ആയിട്ട് നിൽക്കുകയാണ് പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ബിജു ധ്വനിതരൻ, ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. കാരണം ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാട് നല്ല കൊറിയോഗ്രാഫീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സെലിബ്രിറ്റി കൊറിയോഗ്രാഫർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡാൻസസും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെല്ലാം ഉപരി എന്നെ നല്ലോണം പുകഴ്ത്തിയ ബബിതയോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാൻ. അങ്ങനെ ഞങ്ങൾ പരിപാടി ആരംഭിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ഡാൻസ് ഒരു ഗണപതി സ്തുതിയായിരുന്നു. ഈ ഡാൻസ് നിങ്ങൾ നല്ല ഒറിജിനൽ മ്യൂസിക്കോടെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. പക്ഷേ അതിവിടെ പ്ലേ ചെയ്യാൻ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ജവാദ് എത്തി. ജവാദിൻ്റെ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് പ്രോഗ്രാം കുറച്ച് കൊടുത്തു. ജവാദ് ഒരു കിഡ്ലം സിംഗറാണ്.
ജവാദിൻ്റെ 2 പാട്ടിന് ശേഷം ഞങ്ങളെ വീണ്ടും അവർ ഡാൻസ് വേണ്ടി ക്ഷണിച്ചു. ഞങ്ങൾ സെക്കൻഡ് പെർഫോമൻസ് ഒരു ഹിന്ദി മെഡ്ലിയാണ് ഞങ്ങൾ പെർഫോം ചെയ്തത്. കുറേ നല്ല പാട്ടുകളുടെ ഒരു മെഡ്ലി തന്നെയായിരുന്നു. ജെറി കോറിയോഗ്രാഫി ചെയ്തൊരു ഡാൻസ് ആയിരുന്നു ഇതും. പ്രോഗ്രാം 7 മണിക്ക് തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും വന്നിട്ട് ഇത് ഉഷാറായി തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്. സോ അതുവരേക്കും നമ്മൾ അടുത്ത പാട്ടുകാരെ വിളിച്ചു. അങ്ങനെ നമ്മുടെ ധർമ്മേട്ടൻ വന്നിട്ട് ഒരു പാട്ടും കൂടി പാടി. കുറച്ച് അടിപൊളി പാട്ടായിരുന്നു. അതായത് കുറച്ച് നല്ല മെലഡിയായിരുന്നു, ഉഗ്ര മെലഡിയായിരുന്നു പാടിയത്. അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കെ അവർ വരുമെന്ന് അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെ 3rd സോങ്ങിന് വേണ്ടി വിളിച്ചു. ഞങ്ങളങ്ങനെ കിഡെല്ലാം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കറക്റ്റ് ടൈമിന് വന്നു. അതും കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലായ സോങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. എന്നെ കണ്ടപാടെ കണ്ടോ എന്നെ കണ്ടപ്പോഴേക്കും എനിക്കൊരു തംസപ്പൊക്കെ തന്ന് ഉഷാറായിട്ട് നല്ല ഉഷാറായിട്ട് അവരെല്ലാവരും ആനുണ്ടായിരുന്നു, എല്ലാവരും വന്ന് സീറ്റഡായി. അപ്പോഴും ഞങ്ങളവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വന്നപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ട് ഡാൻസ് അവരെ കുറച്ചും കൂടി പവർഫുള്ളാക്കി എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. അങ്ങനെ അവർ സീറ്റഡായി കഴിയുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആ ഡാൻസ് അങ്ങ് നല്ലൊരു ബാങ്ങോടെ നിർത്തി. അതിനുശേഷം അവരുടെ മെഡ്ലി കളിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ മോനിക്കെത്തിയപ്പോഴും സൗബിനിക്ക് നമ്മുടെ കൂടെ കൂടി, നവ്യ എല്ലാം കൂടെ കൂടി ഞങ്ങൾ ആ ഡാൻസ് ഓവർ തകർത്ത് കൈ കൊടുത്തു. പുള്ളിയുടെ എനർജി ഞാനൊന്നും ഞെട്ടാതിരുന്നില്ല, സൂപ്പറായിരുന്നു. അതിനുശേഷം വീണ്ടും ഇവൻറ്റിലേക്ക് കടന്നു. അങ്ങനെ മോണിക്ക തീർന്നതും എല്ലാവരെയും ആങ്കർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഫൈനലി എല്ലാവരും നമ്മളോടൊപ്പം സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് കോഴിക്കോട് ഞങ്ങൾ ആദ്യം വരാൻ തീരുമാനിച്ചതിന്റെ റീസൺ തന്നെ കോഴിക്കോട് നിന്ന് കിട്ടുന്ന സ്നേഹവും കോഴിക്കോടിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണെന്നാണ്. അത് സത്യമാണെങ്കിൽ ഈ ക്യാമറയുടെ കൂടെ ഒരു കൈയടി കൂടെ കൊടുക്കാൻ വേണേ കേട്ടോ. ആൻഡ് കോഴിക്കോട് വന്നതിന് ഞങ്ങൾ ഒരു ബിഗ് താങ്ക്സ് പറയാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഇത്രയും വലിയൊരു ടീമാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ആരാദ്യം സംസാരിക്കണം? സൗബിൻക സംസാരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് സൗബിൻകാരുടെ അടുത്ത് ചോദിക്കാം. സൗബിൻക, കോഴിക്കോടിന്റെ വിശേഷങ്ങളും പാതിരാത്രിയുടെ വിശേഷങ്ങളും. എല്ലാവർക്കും നമസ്കാരം. ഹലോ, പേരുണ്ടല്ലോ, എല്ലാവരും സുഖമല്ലേ? ഉമ്മ താങ്ക് യു. എനിക്ക് എന്താ പറയുക, കോഴിക്കോടിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ്, എപ്പോഴും വരുന്നതാണ്. എൻ്റെ ഭാര്യ വീട് ഇവിടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട്. എനിക്ക് എല്ലാവർക്കും അറിയാവുന്നത്, എന്നെ കണ്ടു മടുത്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും ഇവിടെ. പിന്നെ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ പുതിയ പടം 17-ാം തീയതി ഇറങ്ങാൻ പോവുകയാണ്, പാതിരാത്രി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മുടെ ഡയറക്ടറിന് അറിയാമല്ലോ, പുഴു എന്ന് പറഞ്ഞാൽ ആദ്യം പടം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഒരു പടമാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടവും വളരെയധികം ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പടം പോയി കാണണം. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വകയിൽ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കൂലി കണ്ടതിന് ശേഷം ഇതൊന്ന് നേരിട്ട് കാണണം ഇദ്ദേഹത്തെ എന്ന് വിചാരിച്ച്, ആ സ്റ്റെപ്പ് ഒന്ന് കാണണം എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് കിഡ്ലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഇനി ആരാ സംസാരിക്കണ്ടേ? അശോകൻ ചേട്ടനെയാണ് വിളിക്കുന്നത്. കോഴിക്കോടിന് ഏറ്റവും വലിയൊരു നമസ്കാരം. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ
ഞാൻ മിമിക്രി പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. നല്ല ഭക്ഷണം തന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരുടെ നാടാണ് കോഴിക്കോട്. കാരണം ബാവുക്ക തുടങ്ങി നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ കോയക്ക തുടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം തരുന്ന ആളാണ് കോയക്ക. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അറിവിൽ ഞാൻ ആദ്യം കഴിച്ച ഏറ്റവും നല്ല ബോംബെ ഹോട്ടലിൽ, പിന്നെ അതുപോലെ തന്നെ പാരഗൺ, ഇതൊക്കെ നല്ല നല്ല ഫുഡ് കിട്ടും. പല വീടുകൾ എൻ്റെ കൂട്ടുകാരുടെ വീട് കോഴിക്കോട് വന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ പോവില്ല. അതുപോലെ തന്നെയാണ് ഈ പടം, ഈ സിനിമ പാതിരാത്രി എന്ന് പറയുന്നത്. റത്തീന ആണ് എൻ്റെ ഡയറക്ഷൻ, സൗബിനാണ് ഹീറോ, അതുപോലെ നവ്യയാണ് ഹീറോയിൻ. ഞാൻ അതിൻ്റെ അകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ അതിൻ്റെ അകത്ത് വേഷം ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ സൗബിൻ ഞങ്ങൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നവ്യയായിട്ട് ഞാൻ പാണ്ടിപ്പടയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവർ 3 പേരായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നതാണ്. ഇതൊരു ത്രില്ലർ, നിങ്ങൾ കാണേണ്ട പടം തന്നെ. ഞങ്ങൾ അഭിനയിച്ചാൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്, കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ സിനിമ നിങ്ങളെ ബോറടിപ്പിക്കില്ലെന്ന് 100% നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയെ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റണം, കണ്ട് പ്രോത്സാഹിപ്പിക്കണം. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, ഹലോ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ നിങ്ങളെല്ലാവരും. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോൾ പറയാറുണ്ട്. അതിലൊരു സംശയമില്ല. കോഴിക്കോട്ടെ ഭക്ഷണം, കോഴിക്കോട്ടുള്ള മനുഷ്യര്, വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി, ഞങ്ങൾ സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി, ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി, മലബാർ റീജിയനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പടം സക്സസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്, റത്തീന ഒരു കോഴിക്കോടുകാരിയാണ്, ഈ സിനിമയിലുള്ള ആൻ ഒരു കോഴിക്കോടുകാരിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അല്ല ഇനി ആത്മീയം കോഴിക്കോടാണോ? അല്ല, അങ്ങനെ കോഴിക്കോട് അല്ലാത്ത ഞങ്ങൾ കുറച്ച് പേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്. ചിലപ്പോൾ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോൾ 1 കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോൾ നിങ്ങൾ തട്ടി മാറ്റിക്കളയും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രം ഉള്ളതാണ്. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടുതരുന്നു. പക്ഷെ ആഗ്രഹമാണ് ഞങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? താങ്ക് യു സോ മച്ച്. ആൻഡ് കോഴിക്കോട് വന്ന് ഈ ഫംഗ്ഷൻ, നമ്മുടെ പാതിരാത്രിയുടെ ഒരു ഫംഗ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനും, അക്ബർ ട്രാവൽസ് നാസറക്ക. അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നാസറക്കും എല്ലാവർക്കും, സൗബിനും ഒക്കെ കാലിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൊണ്ടാണ്. ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവുന്നു. സ്പെഷ്യലി ഫോർ പാതിരാത്രി ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാതിരാത്രി എത്തുകയാണ്. പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് ഓൾ ഓഫ് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് അഗസ്റ്റിൻ ആൻഡ് ഫ്രണ്ടോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ അതിഥിയല്ല, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. എൻ്റെ നാട് അതെ നമ്മൾ മാത്രമാണ്. അപ്പം ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യണത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എൻ്റെ അച്ഛനെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ എന്നെയും കൂടെ നിർത്തണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഒക്ടോബർ 17-നാണ് പടം റിലീസ് ചെയ്യുന്നത്. നമ്മൾ കോഴിക്കോട്ടുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഹിറ്റാക്കാൻ പറ്റും. അതുകൊണ്ട് പ്ലീസ് പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ കോഴിക്കോടുകാരിയല്ല, പക്ഷെ കണ്ണൂരുകാരിയാണ്. നമ്മൾ അയൽവാസികളാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പടം പാതിരാത്രി 17-ന് റിലീസാവാണ്. കോഴിക്കോടുകാർ വിചാരിച്ചാൽ, നമ്മൾ മലബാറുകാർ ഓർക്കാൻ വിചാരിച്ചാൽ ഹിറ്റാക്കാൻ പറ്റും.
എന്ന് പറഞ്ഞതുപോലെ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണാം. താങ്ക് യു. അങ്ങനെ പരിപാടി കഴിഞ്ഞതും നവ്യ എന്നെ അടുത്തേക്ക് വിളിച്ചു, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി സംസാരിച്ചു. പരിപാടി ഭയങ്കര നന്നായി എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു, കാരണം അത്ര നന്നായി പിള്ളേർ കളിച്ചായിരുന്നു. ഇന്ന് അവരെ വായന കേട്ടപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി. എന്തായാലും പ്രോഗ്രാം തകർത്തു. അങ്ങനെ പ്രോഗ്രാം നല്ല തീർന്നതിൻ്റെ സന്തോഷത്തിൽ അവരങ്ങനെ ഞങ്ങളുടെ നിന്ന് യാത്രയായി. ഞാനങ്ങനെ അവർ പോകുന്നത് കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് പിള്ളേരെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു. പക്ഷെ കഥ അവിടെ കൊണ്ട് തീർന്നില്ല. ഈ പരിപാടിയുടെ വീഡിയോ വൈറലാവുകയും ഞങ്ങളുടെ ഡാൻസർ രശ്മി ഭയങ്കര സ്റ്റാറായി മാറുകയും ചെയ്തു. രശ്മി നവ്യ നായരെ പോലെ ഉണ്ടെന്നായിരുന്നു എല്ലാവരുടെയും വാദം. അങ്ങനെ രശ്മിയെ തേടിയും നമ്മുടെ ഓൺലൈൻകാർ വീട്ടിലെത്തി. രശ്മി കിട്ടിയ അവസരത്തിൽ തള്ളി മറിക്കണ്ടായിരുന്നു.